ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് ചിക്കൻ മസാല വെച്ചുകൊണ്ട് നല്ലൊരു പംകിൻ ബന്നാണ് കാണിക്കുന്നത്. നമുക്കൊരു ബന്ന് കഴിക്കണ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഈസി നല്ല സോഫ്റ്റായിട്ടുള്ള ബന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് ഫസ്റ്റ് മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ പംകിന് വേവിച്ച് നല്ല പേസ്റ്റ് അരച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. ഇതൊരു 200 ഗ്രാം മത്തങ്ങ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കും. മുട്ട ഓപ്ഷണലാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 4 ഗ്രാം ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുക. ഇതൊരു 400 ഗ്രാം മൈദയുണ്ട്. അതും ചേർത്ത് നല്ലോണം ഇതുപോലെ കുഴച്ചെടുക്കുക. ലാസ്റ്റ് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് മസാല ഉണ്ടാക്കാനുള്ള മസാലയാണ്. ഫസ്റ്റ് സ്റ്റൗ ഓണാക്കി പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായി വെട്ടിയത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു പച്ചമുളക് എല്ലാം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആ സവാളയൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പൊള്ള മല്ലിപ്പൊടി അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കറിവേപ്പില പൊടി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇറച്ചി, ഇത് വേവിച്ച ഇറച്ചിയാണ്. വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇറച്ചി ഞാൻ ഫസ്റ്റ് കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് കൊട്ടില്ലാതെ ഇറച്ചിയാണ് കേട്ടോ. ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് വെക്കാം. എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ലാസ്റ്റ് ഇതിലേക്ക് ക്യാപ്സിക്കം അതും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ വന്നതുകൊണ്ട് അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് നോക്കാം. ഇപ്പോൾ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയറെല്ലാം പോക്കിയതിന് ശേഷം ഇതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി ഇത് കൈവച്ച് നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് പരത്തി ഇതിലേക്ക് മസാല നിറച്ച് ഉരുട്ടി വെക്കാം. ഞാനിവിടെ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ചെയ്യാം. നമ്മൾ കേക്ക് എങ്ങനെയാണ് വെക്കുന്നത് അതേ ടൈമിൽ തന്നെ ഒരു 40-45 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. നല്ല സൂപ്പറാണ് ബന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ മസാല നിറച്ച് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ജോയിൻ ചെയ്ത് നല്ലോണം ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ബേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബന്നാണ് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഓവൻ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒന്ന് അടിച്ചതിന് ശേഷം ഇതുപോലെ എല്ലാ ബന്നിൻ്റെ മേലെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി.
നമ്മുടെ നല്ല ചിക്കൻ മസാല വെച്ചുകൊണ്ടുള്ള മത്തങ്ങ ബന്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.